ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ അങ്ങനെ ഒരുപാട് ഒരു വലിയൊരു പ്രസംഗത്തിനോ കാര്യങ്ങൾക്കൊന്നും അല്ല ഞാൻ പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത് അത് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. കാര്യം ഞാനല്ല ഇവിടെ സംസാരിക്കുന്നത്. കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളെ അറിയുന്നു. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇരിക്കുക. കർത്താവ് ഇന്ന് വൻ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ചെയ്യും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് കർത്താവ് എന്നോടിങ്ങനെ സംസാരിക്കാൻ ഇടവന്നു. ദൈവം നമ്മളൊരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിൽ ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചു പോകാറുണ്ട്, തളർന്നു പോകാറുണ്ട്. പക്ഷെ പലപ്പോഴും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയാം. നമ്മൾ സൂം മീറ്റിങ്ങുകൾ ബ്രദറിന്റെ വചനങ്ങളെ കേൾക്കാറുണ്ട്, നമ്മൾ പല കാര്യങ്ങളും പഠിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട് അല്ലേ? നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് പോയി പണികളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ചിന്തകൾ വന്നിട്ട് നമുക്ക് എന്താ പറയുന്നത്, വിശ്വാസത്തിന്റെ വചനങ്ങൾ പറയാനോ വാക്കുകൾ പറയാതെ വണ്ണം നമ്മളങ്ങ് ഇടിഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് എങ്ങനെ നമ്മളെ മനസ്സിനെ തളർന്നു പോകാതെ നമുക്ക് എങ്ങനെ നമ്മളായിരിക്കുന്ന വിഷയത്തിൽ ഒരു പൂർണ്ണ ജയം നേടാം എന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ കർത്താവ് എന്നോട് പറയുകയുണ്ടായി, കർത്താവ് അങ്ങയുടെ മക്കളോട് എന്ത് സംസാരിക്കും? പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, അവൻ എന്റെ മക്കള് മാത്രമല്ല, അവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവം നിങ്ങളെ എന്താ പറയുന്നത്, ദേ ആർ ദ ആർമി ഓഫ് ഗോഡ് എന്ന് കർത്താവിനോട് പറയട വന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? യു ആർ ദ ആർമി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിലാണ് ആയിരിക്കുന്നതെങ്കിലും നമ്മൾ ആയിരിക്കുന്ന ഈ ഒരു സ്പിരിച്വൽ മേഖലയിൽ നമ്മളൊരു വലിയൊരു യുദ്ധത്തിനകത്ത് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. നിങ്ങളെ കർത്താവ് വീരന്മാരെന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുന്നത്, വീരത്തികൾ എന്ന് പറയാമോ എനിക്കറിയത്തില്ല, എങ്കിലും അത്രയ്ക്കും പവർഫുൾ ആയിട്ടാണ് ദൈവം നിങ്ങളെ കാണുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളെ കാണുന്നത് വളരെ സാധാരണ ഒരു വ്യക്തിയായിട്ട്, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു വ്യക്തി, ഞാനൊരു പ്രാർത്ഥനക്കാരി. എന്നാൽ ഇന്ന് അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം ആ ഒരു ലേബല് മറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളായിരിക്കുന്ന കുടുംബ സാഹചര്യമായിക്കൊള്ളട്ടെ, നിങ്ങളായിരിക്കുന്ന എത്ര വലിയ വിഷയങ്ങളായിക്കൊള്ളട്ടെ, അതിനകത്ത് ദൈവം ഓൾറെഡി നിങ്ങൾക്ക് ജയത്തെ തന്നിരിക്കുക. എല്ലാവരും ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എന്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് എനിക്ക് കർത്താവ് ഓൾറെഡി ജയം തന്നിരിക്കുക. ഞാൻ ജയിച്ചിട്ടാണ് ഞാൻ ഇത് മുന്നോട്ട് പോകുന്നത്. ദൈവത്തിന്റെ ഞാൻ ഈ കർത്താവിന്റെ ഈ ഒരു വചനത്തെ സംസാരിച്ച സമയത്ത് ദൈവത്തിന്റെ ആത്മാ പെട്ടെന്ന് എന്നെ പഴയ നിയമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ശമൂവേൽ അതിന്റെ 17-ാം അധ്യായം അതിന്റെ 46-ാം വാക്യം. ഞാൻ എപ്പോൾ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. ആരെങ്കിലും അജു സിസ്റ്റർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അജു സിസ്റ്ററിന് കേൾക്കാവോ? കേൾക്കാം. അതിന്റെ 1 അതിന്റെ 46-ാം വാക്യം അതിന്റെ അവസാനത്തെ ഒരു 47. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ആമേൻ. അപ്പം ഇവിടെ കർത്താവിന്റെ വചനം ഞാൻ പെട്ടെന്ന് എനിക്ക് ഈ കർത്താവ് എന്നോട് പറഞ്ഞു, അവരെന്റെ മക്കളല്ല, അവര് ഞങ്ങളുടെ മക്കളല്ല, അവര് ഭയങ്കര യുദ്ധവീരത്തികളാണ്, യുദ്ധവീരന്മാരാണ്. അപ്പം ദൈവം നിങ്ങളെ കാണുന്നത് യു ആർ ദ ആർമി ഓഫ് ഗോഡ്. നിങ്ങൾക്ക് ആയിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് പൂർണ്ണമായി ജയം പ്രാപിക്കുവാൻ, പൂർണ്ണമായി മറികടക്കുവാൻ ദൈവം ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ ആ ദൈവത്തിന്റെ ശക്തിയെ നിറച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും സാത്താൻ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സാഹചര്യങ്ങളുടെ വലുപ്പങ്ങളെ കാണിച്ച്, നിങ്ങളുടെ കുറവുകളെ കാണിച്ച്, നിങ്ങൾക്ക് ആ ഒരു ബലമില്ലാത്തവളായിട്ട് എണ്ണി, നിന്റെ കുറവുകളെ കണ്ടില്ലേ, നിനക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നേ, നീ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാണ് വചനം പറയുന്നത്, ഇങ്ങനെ അനാവശ്യമായ ചിന്തകളായിട്ട് നമ്മളെ ഞെരുക്കി കളയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രിയ ദൈവമക്കളെ, എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തകൾ നിങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊരിക്കലും ദൈവത്തിൽ നിന്നല്ല.
നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല. അപ്പൊ ദൈവത്തിന്റെ വചനം ഇവിടെ ഇപ്രകാരം നമ്മൾ പഴയ നിയമത്തിലൂടെ കടക്കുമ്പോൾ ഇപ്രകാരം ഇവിടെ പറയുകയാണ്, യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. ഇത് ഈ ഒരു സിനാരിയോ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു സിനാരിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദാവീദും ഗോലിയാത്തിന്റെയും അല്ലെ ഒരു യുദ്ധം. അവിടെ ദാവീദ് ജയിക്കുന്ന ആ ഒരു ബൈബിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് എല്ലാവർക്കും തന്നെ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു കാര്യം വീണ്ടും എന്റെ മനസ്സിലോട്ട് കയറി വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും ഈ സ്റ്റോറി അറിയാത്തവരുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് സംസാരിക്കോ? അറിയാം സിസ്റ്റർ. വളരെ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാത്തുള്ളൂ. ഞാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല. അതായത് ഇവിടെ ദാവീദ് എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ആട്ടിടയനാണ്, ആടുകളെ മേയ്ക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കവേ അദ്ദേഹം ഒരു ഇസ്രായേൽ ജാതിയിലുള്ള വ്യക്തിയാണ്. അവിടെ ഒരു ശൗല് രാജാവായിരുന്ന സമയത്താണ് അവിടെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇസ്രായേൽ മക്കളും ഫെലിസ്ത്യരും ഒരുമിച്ചുള്ളൊരു യുദ്ധമാണ് അതിൽ ഉണ്ടാകുന്നത്. അവിടെ ഗൊലിയാത്ത് എന്നൊരു വലിയൊരു മല്ലൻ ഇസ്രായേൽ മക്കൾക്കെതിരെയും ദൈവത്തിനെതിരെയും ദൂഷ്യം പറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അവര് ഒരു 30-40 ദിവസത്തോളം 2 മലനിരകളിലായിട്ട് ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. ഈ ഒരു മല്ലൻ മുന്നോട്ട് വന്നിട്ട് ഇസ്രായേൽ മക്കളെയും ഇസ്രായേലിന്റെ ദൈവമായ സർവശക്തനായ ദൈവത്തെയും നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആർക്കും ഒരുപാട് മല്ലന്മാരും ഒരുപാട് യുദ്ധവീരന്മാരും ഉണ്ടായിട്ടും അവരെല്ലാരും പേടിച്ചുപോയി. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ആര്യ സിസ്റ്റർ ഒന്നുകൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നമുക്ക് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ്. ശൗലിന്റെ 1 ശമൂവേൽ അതിന്റെ 17 1-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിക്കാമോ അജയ സിസ്റ്റർ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. അനന്തരം ഫെലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചു കൂട്ടി. അവർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ച് കൂടി. സോഖോവിനും അസേയ്ക്കും മധ്യേ ഏഫേസ് ദമീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേലിയരും ഒന്നിച്ചുകൂടി ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി ഫെലിസ്ത്യരോട് പടയ്ക്ക് അണിനിരത്തി. ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരുമിച്ച് യുദ്ധത്തിന് വന്നുള്ളതാണ്. ഇവിടെ ഈ ഗലാത്യർ എന്ന് പറഞ്ഞ ആ ഒരു മലനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അവനെ പറ്റി ആ ഒരു വ്യക്തിനെ പറ്റി പറയുന്ന ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. അത് 4 മുതലൊന്ന് പെട്ടെന്ന് വായിച്ചാൽ സിസ്റ്ററെ. 4 മുതൽ. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗഥ്യനായ ഗോല്യാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും ഒരു ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. താമ്രം കൊണ്ട് ഇവിടെ അതായത് ഇസ്രായേൽ മക്കൾക്കെതിരെ മത്സരിക്കാൻ വേണ്ടി അവര് ഫെലിസ്ത്യരുടെ കൂട്ടത്തിൽ ഒരു മല്ലനായിരുന്നു വന്നിരിക്കുന്നത്. ആ മല്ലനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. 6 മുഴവും ഒരു ചാണും നെടുപ്പമുള്ളവനായിരുന്നു. നമുക്കിപ്പോ നമ്മുടെ ഇതിലൊരു 9 ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരു 200 സെന്റിമീറ്റർ മുകളില് പൊക്കമുള്ളത്, അത്രത്തോളം വണ്ണമുള്ളൊരു അസാമാന്യ ശക്തിയുള്ള ഒരാളാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അതേസമയം ഈ ദാവീദ് എന്ന് പറയുന്നത് വളരെ ബാലനായ ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ദാവീദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വചനപ്രകാരം പറയുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പെട്ടെന്ന് അജയ സിസ്റ്റർ 42-ാം അധ്യായം ഒന്ന് വായിക്കാവോ? ദാവീദിനെ പറ്റി ദാവീദിനെ കണ്ടപ്പോൾ അവർ പറയുന്ന കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദാവീദ് എങ്ങനെയാണോ ഉള്ള കാര്യം, അവർ തമ്മിലാണ് യുദ്ധം നടക്കാൻ പോകുന്നത്. അജയ സിസ്റ്റർ ഒന്ന് വായിക്കാൻ പറ്റുമോ? ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപനും ആയിരുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, മതി ഇവിടെ നോക്കിക്കേ, ഇവിടെ കാണുന്ന ഗൊലായത്ത് എന്ന് പറയുന്ന ആള് അസാമാന്യ വലിപ്പമുള്ള വലിയൊരു മല്ലനാണ്.
എല്ലാ ഇസ്രായേൽ മക്കളും പേടിച്ചരണ്ട് നിൽക്കുകയാണ്. ആ ഒരൊറ്റൊരു വ്യക്തിനെ കണ്ട് പേടിച്ചരണ്ട് നിൽക്കുകയാണ്. അവർക്കൊന്ന് മുന്നോട്ട് പോകാനോ അവർക്കൊന്ന് അദ്ദേഹത്തിനെതിരെ നിൽക്കാനോ പോലും പറ്റാത്ത രീതിയിൽ അത്രത്തോളം അവർ ഭയന്നു പോയിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിന്റെ 17 അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു. ഫെലിസ്ത്യൻ പിന്നെയും, ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടുതരുവിൻ എന്ന് പറഞ്ഞു. ഫെലിസ്ത്യന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ശൗലും എല്ലാ ഇസ്രായേലും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. നിങ്ങൾ കേട്ടോ അത്? അവരെന്ത് ചെയ്തു? അവർ ഭയപ്പെട്ടു പോയി. ഈ മല്ലന്റെ വലിപ്പവും വലിപ്പത്തിൽ മാത്രമല്ല അവർ വെല്ലുവിളിച്ചു. ഈ ശൗൽ എന്ന് പറഞ്ഞ രാജാവ് അവിടെ ഉണ്ട്, അതിന്റെ നിരകളുണ്ട്. പക്ഷെ ഇവരുടെ വലിപ്പം കണ്ട് ഇവര് ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു പോയി. എന്നാൽ ഈ സമയത്ത് ദാവീദ് എന്ന് പറയുന്ന യിശ്ശായാവിന്റെ മകനാണ്. യിശ്ശായാന് 8 മക്കളുള്ളത്. അതിനകത്ത് ഏറ്റവും ഇളയവനാണ് ഉള്ളത്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അദ്ദേഹത്തിന് അപ്പൊ ഇവരിങ്ങനെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അപ്പനായ യിശ്ശായാവ് പറഞ്ഞു, എന്നാ പോയി, ജ്യേഷ്ഠന്മാര് 3 പേരുണ്ട് അവിടെ യുദ്ധത്തിന് വേണ്ടി ഓൾറെഡി നിൽക്കുന്നത്, അവരുടെ ക്ഷേമം അന്വേഷിച്ചു വരാൻ പോയി. അങ്ങനെ ക്ഷേമം അന്വേഷിച്ച് പോയിട്ട് വരാൻ പറയുന്ന സമയത്താണ് ഈ നിൽക്കുന്ന ഗൊലിയാത്ത് എന്ന് പറഞ്ഞത് ഈ ശൗൽ എന്ന രാജാവിനെ ഇസ്രായേലിലെ എല്ലാ മക്കളെയും ദൈവത്തെ നിഷേധിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന കാണുന്നത്. പക്ഷെ അദ്ദേഹം ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദാവീദിനത് കേട്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവിടെ നിന്നവരോട് ഇങ്ങനെ ഇപ്രകാരം സംസാരിക്കുകയാണ്. എന്റെ 26-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് 26-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട് ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നെ നീക്കിക്കളയുന്നവന് എന്ത് കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിക്കേ, അത് മതി. ഇപ്പൊ നോക്കിക്കേ, അവിടെ ഈ എല്ലാ ഇസ്രായേൽ മക്കളും ഈ ഫിലിസ്തീനയുടെ ആ ഒരു വലിയ ആർമി കണ്ട്, ഗൊലിയാത്തിനെ കണ്ട് പേടിച്ച് നിൽക്കുമ്പോ ഈ ദാവീദ് എന്ന് പറഞ്ഞ ഈ വ്യക്തി മുന്നോട്ട് വന്ന് ധൈര്യത്തോട് ചോദിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കുവാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആരെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയായിരിക്കും ദാവീദിന് ഇത്രയൊരു ധൈര്യം കിട്ടിയത്? എന്തുകൊണ്ടായിരിക്കും മുന്നോട്ട് വന്നത്? എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. എല്ലാവർക്കും മുന്നോട്ട് പോകാൻ മടിയാണ്. കാര്യം അത്രത്തോളം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബൈബിൾ പറയുന്ന 40 ദിവസത്തോളം ഈ മല്ലൻ മുന്നോട്ട് വന്നിട്ട് അവിടെയുള്ള ഇസ്രായേൽ മക്കളെയും അവിടെയുള്ള എല്ലാവരെയും നിങ്ങളിലൊരു വീരനെ വിട്ടുതരിക, അവനെ വിട്ടു തന്ന അവൻ എന്നെ കൊല്ലുവാണെങ്കിൽ ഞാൻ നിങ്ങളെ സേവിക്കാം, മറിച്ച് ഞാൻ അവനെ കൊല്ലുവാണെങ്കിൽ നിങ്ങൾ എന്നെ സേവിക്കണം. ഇതുപോലെ ഭയങ്കരമായ വാക്കുകളെ പറഞ്ഞ് അവർ ഭയപ്പെട്ടിരിക്കുക. നമ്മൾ വാക്ക് വായിക്കുമ്പോൾ അറിയാം, ഭയപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്ന കേട്ട് ദാവീദ് മുന്നോട്ട് വന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആര് എന്ന് പറഞ്ഞു. ഈ വാക്ക് ആ സമയത്ത് അവിടെ ശൗൽ രാജാവുണ്ട്. അപ്പൊ ശൗൽ ഇത് കേൾക്കാൻ ഇടയായി. അപ്പൊ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അതിന്റെ 33-ാം അധ്യായത്തില് ഇപ്രകാരം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാവീദിനോട് ശൗൽ രാജാവ് തന്നെ പറയുവാണ്, എനിക്കിത് പറ്റുമെന്ന് തോന്നില്ല. കാര്യം അവരുടെ മുമ്പിൽ അവൻ വേറൊരു ബാലനാണ്, അല്ലേ? ബാലനാണ്. അവൻ യുദ്ധം പഠിച്ചിട്ടില്ല, അവന് ഒന്നും അറിയത്തില്ല. പക്ഷെ അവനുള്ള ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ളൊരു ബലമാണ് അവന് മുന്നോട്ട് പോകാൻ, അവനെ ബലത്തിൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ച ഒരൊറ്റൊരു കാര്യം, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിലാണ്. നമുക്ക് പെട്ടെന്ന്, എനിക്കറിയാം നമുക്ക് സമയത്തിന്റെ കുറവുണ്ട്, പക്ഷെ നമുക്ക് ഒരു നിമിഷം നമുക്ക് നോക്കാം അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത് നമുക്ക് നോക്കാം. അതിന് 42 മുതൽ ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? ഫെലിസ്ത്യർ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപനുമായിരുന്നു.
ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും 49 വായിച്ചേ, നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. 49. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ല് എടുത്ത് കവിണയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ടു പതിഞ്ഞു. അവൻ കവിണ്ണു വീണു. അപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ, ഇവിടെ വളരെ നിസ്സാരമായിട്ട് ദാവീദ് അവരുടെ മുമ്പിൽ വളരെ ബാലനും ഒരു കഴിവുമില്ലാത്ത, ഒരു യുദ്ധവീര്യമോ യുദ്ധത്തിൽ യാതൊരു നൈപുണ്യമില്ലാത്തൊരു വ്യക്തി ഇവിടെ നിഷ്പ്രയാസം എല്ലാരും ഇസ്രായേൽ ആ ഒരു ആർമി, ആ യുദ്ധവീരന്മാരെല്ലാം ഭയന്ന സ്ഥാനത്ത് വളരെ നിഷ്പ്രയാസം ആ മല്ലനെ വെറും കല്ലുകൊണ്ട് വീഴ്ത്തി കളഞ്ഞല്ലേ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ വരാറുണ്ട്. ഇപ്പൊ ഓരോരുത്തർക്കും എനിക്കറിയാം നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ്. കാരണം നിങ്ങൾ ആയിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഞെരുങ്ങി, നിങ്ങൾ ആയിരിക്കുന്ന സിറ്റുവേഷനകത്ത് ഭാരപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഒരു എന്താ പറയാ, നിങ്ങളെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഗൊലിയാത്തുണ്ട് അല്ലേ. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇതിലായിട്ട് എടുത്തത് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇതിനകത്തുനിന്ന് ഒരു വെളിപ്പാടിനെ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് വെറുതെ ചോദിക്കുകയാണ്, ഇത്രയും കഴിവില്ലാത്ത വെറും ബാലനായ വെറും ആട്ടിടനായ ദാവീദ് സകല വീര്യവും സകല ബലവും ഉള്ള ഇത്രയും വലിയ ഗൊലിയാത്തിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ ഇടയാക്കിയത് എന്തായിരിക്കും? നിങ്ങൾക്ക് എന്താണെന്ന് പറയാവോ? നിങ്ങൾക്ക് തോന്നുന്നത്? ദൈവത്തിന്റെ നാമത്തിൽ വരുന്നു. നടക്കും. കർത്താവിന്റെ ശക്തി ഉള്ളതിനാൽ, വചനത്തിന്റെ ശക്തി ഉള്ളതിനാൽ, ആത്മാവിന്റെ ശക്തിയാൽ അഭിഷേകം ആടിനെ മേയ്ക്കുന്നത് കൊണ്ട് ആടിനെ വിഴുങ്ങാൻ വരുന്ന എല്ലാ മൃഗങ്ങളിൽ നിന്നും സാധിക്കണ്ടായിരുന്നു. അവൻ ഓക്കെ, നിങ്ങളെല്ലാരും ഉത്തരം ഞാൻ കേട്ടു. എല്ലാരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശരിയാണ്. പക്ഷെ ഇവിടെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം നമുക്കറിയാം. ഒന്നാമതായിട്ട് ദാവീദ് മുന്നോട്ട് വന്നപ്പം അതിന്റെ 42, 43 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവരെല്ലാരും അവന്റെ എന്താ പറയുക, ദാവീദിന്റെ ബലഹീനതകളെ എടുത്തു കാണിച്ച് അല്ലെങ്കിൽ അവന്റെ കുറവുകളെ കാണിച്ച് അവനെ നിന്ദിച്ചു. നീ എന്തുണ്ട് നിനക്ക് അവൻ മുന്നോട്ട് വരികയാണ്, പക്ഷെ അവൻ നിന്ദിച്ചു. രണ്ടാമത് അവർ നമുക്ക് രണ്ടാമത് വായിക്കുമ്പോൾ കാണാൻ പറ്റും. അതിന്റെ 43 നമ്മൾക്ക് വായിക്കാം, തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. അപ്പൊ മുന്നോട്ട് വന്നതാണ്, ദൈവത്തിന്റെ നാമത്തിൽ മുന്നോട്ട് വന്നു. അവരെ നിന്ദിച്ചു, അവരെ ശപിച്ചു, അവർ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. പക്ഷെ ദാവീദ് അവിടെ ഇളകിയില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ശക്തിയാലും കൊണ്ടാണ് ജയിച്ചത്, ദൈവത്തിന്റെ എന്താ പറയുന്നത്, ദൈവത്തിന്റെ നാമത്തിൽ വന്നുകൊണ്ടാണ് ജയിച്ചത്. എല്ലാം ശരിയായ ഉത്തരമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ, നമ്മളെപ്പോഴും സൂം മീറ്റിംഗിൽ നമുക്ക് ബ്രദർ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഗൊലിയാത്തിനെ നമ്മളെ വീഴ്ത്തേണ്ടത് എന്ത് വെച്ചാണ്? ദൈവത്തിന്റെ വചനത്തെ വെച്ചാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവത്തിന്റെ വചനം. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ദാവീദ് വചനത്തെ ഉപയോഗിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഞാനത് ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധ അതിന്റെ 45-ാം വാക്യത്തിലേക്ക് തിരികെയാണ്. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഗൊലിയാത്ത് കൂടെ നിൽക്കുന്ന ഫെലിസ്ത്യർ ആ ഒരു സേനയോട് ഇങ്ങനെയാണ് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു.
എന്നിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തലകളെ ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇത് നമ്മൾ ഓക്കെ, അപ്പൊ നമ്മളിത് കേൾക്കുമ്പോൾ ഓക്കെ ദാവീദിന് അത്രയും വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ്. ശരിക്കും നിങ്ങൾ ആ ഒരു ഈ ഒരു സെന്റൻസ് എടുത്ത് നോക്കി നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇത് ഇദ്ദേഹം വിശ്വാസത്തിൽ വിളിച്ചു പറയുമ്പോൾ അപ്പോഴും ഗൊലിയാത്ത് മുന്നിൽ നിൽക്കുകയാണ്. ഗൊലിയാത്ത് ആക്ച്വലി ശരിക്കും ഗൊലിയാത്തിനെ കൊന്നിട്ടാണോ ഇത് പറഞ്ഞത്? നിങ്ങൾ ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഗൊലിയാത്തിനെ കൊന്നിട്ടാണോ ഇത് പറഞ്ഞത്? അല്ല 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 അതിനു മുമ്പേ പറഞ്ഞു. അതിന് മുമ്പേ പറഞ്ഞു. അത് തന്നെ മുമ്പേ പറഞ്ഞു. പലപ്പോഴും നമ്മള് ചിന്തിക്കോ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ ചെന്ന് അല്ല, ദൈവം കൂടെയുണ്ട്. നമ്മളും നമ്മുടെ കൂടെയും ദൈവമുണ്ട്, നമ്മുടെ കൂടെയും ദൈവത്തിന്റെ ശക്തിയുണ്ട്. പക്ഷെ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാവീദ് തന്റെ ദൈവം ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തെ വിശ്വാസത്താൽ അവിടെ വിളിച്ചു പറഞ്ഞു. ആമേൻ. ഒരാമേൻ പറഞ്ഞാട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അത്രയും വലിയ മനുഷ്യർ പോലും അദ്ദേഹത്തിന് അനുകൂലമായിട്ടില്ല. മുന്നോട്ട് വന്ന സ്വന്തം സഹോദരന്മാരെ അദ്ദേഹത്തെ മാറ്റി നിർത്തി, നിനക്ക് കഴിവില്ല. അവിടുത്തെ രാജാവ് പറഞ്ഞു, നീ ബാലനാണ്, നിനക്ക് കഴിവില്ല. ചുറ്റുമുള്ളവരെല്ലാവരും ഭയന്ന് മാറി നിന്നപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ദാവീദിന് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ പറ്റി ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പുള്ള കാര്യത്തെ വിളിച്ചു പറയാൻ തുടങ്ങി. ആമേൻ. ഇന്ന് കർത്താവ് എന്നോട് ഈ മീറ്റിംഗ് ചേർന്നതിന് മുമ്പ് കർത്താവ് എന്നോട് യുദ്ധം എനിക്കുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന ഏത് യുദ്ധമായിക്കോട്ടെ, അത് കടബാധ്യത ആയിക്കോട്ടെ, കുടുംബത്തിലെ മക്കളുടെ വിഷയമായിക്കോട്ടെ, നിങ്ങൾ തകർന്നു പോയി എന്ന് പറഞ്ഞ ഏത് വിഷയമായിക്കോട്ടെ, ഇന്ന് കർത്താവാണ് ആ ഒരു യുദ്ധം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അതിനകത്ത് ഒന്നും ചെയ്യണ്ട. അപ്പൊ കർത്താവ് എന്റെ റോൾ എന്താ ഇതിനകത്ത്? ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെ വിളിച്ചു പറയുക. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെ വിളിച്ചു പറയുക. എങ്ങനെ വിളിച്ചു പറയണം? നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന പോലെ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വേണ്ട വചനത്തെ അയക്കുക. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന, നമുക്കറിയാം, ഒരുവിധം എല്ലാവരുടെയും ഒരു വിഷയമാണ് സാമ്പത്തിക വിഷയം, അല്ലെ? ഒരുവിധം എല്ലാവരും ഞെരുങ്ങുന്ന ഒരു വിഷയമാണ്. അപ്പൊ നിങ്ങൾക്ക് പറയുന്നത് എങ്ങനെയാണ്? ഓ കർത്താവേ, ഇത്രയും വലിയ സാമ്പത്തികമാണ്, അങ്ങ് ശക്തനായോണ്ട് അങ്ങ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും അതിനകത്ത് നമുക്ക് ഒരു മിറക്കിൾ കാണാൻ പറ്റത്തില്ല പ്രിയ മക്കളെ. നമ്മൾ വിശ്വസിക്കുക ദൈവം ചെയ്യുമായിരിക്കാം. ചിലരോടൊക്കെ പ്രാർത്ഥന വിഷയം ചോദിക്കുമ്പോൾ പറയും, ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവം ചെയ്യുമെന്ന്. എന്താ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നേ? അല്ല, ഞാനിങ്ങനെ വിശ്വസിച്ച് ദൈവം ചെയ്യുമെന്ന് ഓർത്തിരിക്കുന്നു. അല്ല, അതല്ല ദൈവം ആഗ്രഹിക്കുന്നേ. ദൈവം ആഗ്രഹിക്കുന്നേ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കണം. കാര്യം ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് വെറും ഒരു ഇന്നയാളുടെ ഭാര്യയായിട്ടോ ഇന്നയാളുടെ മകളായിട്ടോ അല്ല ദൈവം നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച ആ നിമിഷം മുതൽ നിങ്ങൾ ദൈവത്തിന്റെ മകള് ആയിരിക്കുക. അവനിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാനുള്ള അധികാരം കൊടുത്തു. ഇന്ന് അധികാരത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ദൈവ മക്കളെന്ന അധികാരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിന്റെ നാമത്തെ കർത്താവ് ഇതുപോലെ പറയണം. ഇന്ന് ദാവീദ് വിളിച്ചു പറഞ്ഞ പോലെ അത്രയും വലിയൊരു മല്ലൻ നിൽക്കുക. ഇന്ന് സൈന്യമെതിരെയാണ്, രാജാവെതിരെയാണ്, ഒരു മനുഷ്യര് പോലും അനുകൂലമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം, ദൈവം എനിക്ക് അനുകൂലമാണ്. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നത്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ആ പ്രതികൂലം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞാട്ടെ, കർത്താവ് യേശുവിന്റെ നാമത്തിൽ എന്റെ മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. അത് എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നോ? ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ദാവീദ് പറഞ്ഞേക്കുന്നത്. യഹോവ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും മുന്നിൽ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അത് വിശ്വാസ കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, അത് വിശ്വാസത്താൽ തനിക്ക് തന്നിരിക്കുന്ന അധികാരത്താൽ വിളിച്ചു പറയുകയുണ്ടായി. ഇന്ന് ദാവീദ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ മാത്രമാ. പക്ഷെ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാ. ഓർത്ത് നോക്കിക്കേ, അപ്പൊ നമ്മൾ എത്രത്തോളം പ്രഷ്യസ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന അധികാരം എത്രത്തോളം വലുതാന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. പലപ്പോഴും ഇന്ന് പിശാച് നിങ്ങളോട് ചെയ്യുന്നത് അവൻ തന്ത്രങ്ങളെ ഉപയോഗിക്കുകയാണ്. ഇവിടെ ഞാനിങ്ങനെ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ഇട വന്നു.
ഇന്ന് പല ദൈവമക്കൾക്കും പറ്റിപ്പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ വചനം ഈ ഒരു സിറ്റുവേഷനോട് നോക്കുമ്പോൾ നമുക്കറിയാം, ഫിലിസ്തര് ആ മല്ലന്റെ വലിപ്പം കണ്ട് ഭയന്നു പോയല്ലേ. ഇന്ന് നിങ്ങൾക്ക് പലർക്കും ഭയമുള്ളവരുണ്ട് അല്ലേ. നിങ്ങൾ ആയിരിക്കുന്ന വിഷയത്തെ കർത്താവേ അത് നടക്കുവോ, എന്റെ കുഞ്ഞിന്റെ വിഷയം നടക്കുവോ, ഇതിന് എക്സാം ആണ്, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് ഒരു മാനസാന്തരം വേണം, എന്റെ കുഞ്ഞിന്റെ കുടി മാറണം, അവന്റെ മദ്യപാനം മാറണം, ഇത് മാറുവോ, ഇത് എത്ര ടഫായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷെ നമ്മളത് കാണുന്നത് നമ്മളതിനെ സോർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ്, നമ്മളതിനെ പ്രാർത്ഥിച്ച് നേടാൻ നോക്കുമ്പോഴാണ്. അങ്ങനെയല്ല പ്രിയരെ. ഈ പിശാചിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നിലുള്ള സാഹചര്യങ്ങളുടെ വലിയ വലുപ്പത്തെ കാണിച്ചു തരും. കണ്ടോ, ഇതെങ്ങനെ രക്ഷപ്പെടാനാ? നീ എത്ര ദിവസമായി വചനം പറയുന്നു, എന്തേലും നടക്കുന്നുണ്ടോ? പറയണ പിശാചിനോട് പറയാ, പിശാചെ നിന്റെ തന്ത്രം എന്റെ മേലേക്കത്തില്ല. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഭയമുണ്ടാവും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ നോക്കേണ്ടത് കർത്താവിനെയാണ്, കർത്താവിന്റെ ബലത്തെയാണ് നോക്കേണ്ടത്. നിങ്ങളെ നോക്കുക, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വലുപ്പത്തെ നോക്കുക. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഇനി ഭയപ്പെടത്തില്ലെന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും സ്വന്തമായിട്ടെന്ന് പറഞ്ഞ യേശുവിന്റെ ആദ്യം മ്യൂട്ട് ആണെങ്കിൽ പോലും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഭയപ്പെടത്തില്ല. ഞാൻ ആയിരിക്കുന്ന അവസ്ഥക്കകത്ത് ഞാൻ പൂർണ്ണ ജയം കാണും. ഇനി നിങ്ങൾ ആയിരിക്കുന്ന വിഷയത്തിന് നിങ്ങൾ പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഭയപ്പെടത്തില്ല. എന്റെ വിഷയം ഒന്നുമല്ല, എന്റെ വിഷയം എത്ര വലിപ്പമായിട്ട് തോന്നിയാലും എന്റെ കർത്താവാണ് സകലത്തിലും വലിയവൻ എന്ന് പറഞ്ഞാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഞാൻ ഈ ഒരു മീറ്റിംഗ് കൂട്ടായ്മ വെക്കുന്ന കാര്യത്തിന് ഞാൻ കർത്താവിന് പറഞ്ഞു, കർത്താവേ ഒരാളാണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും ഞാൻ ഈ മീറ്റിംഗ് വെക്കും. കാര്യം ഇന്ന് ഒരുമിച്ചിരുന്ന് പറയാൻ പലർക്കും ഒരു ബലം കിട്ടുന്നില്ല. എന്നാൽ നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇവിടെയുണ്ട്. ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ഈ ഒരു സാന്നിധ്യത്തിനകത്ത് നിന്ന് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ, നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ തന്നെ അത്ഭുതം അവിടെ നടക്കുക. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചേ. നമ്മൾ യേശുവിന്റെ നാമത്തിൽ 1 2 പേര് കർത്താവിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ മധ്യം ഞാനുണ്ടെന്ന് കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു കുഞ്ഞു മീറ്റിങ്ങിനകത്ത് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട്. ഇന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ സാഹചര്യത്തെ നോക്കി ഞാൻ ഭയപ്പെടത്തില്ല, എന്റെ കടബാധ്യതയുടെ വലിപ്പം നോക്കി ഞാൻ വെളിപ്പെടുത്തില്ല. കാര്യം ഇതിനേക്കാളും വലുതാണ് കർത്താവിന് എന്നോടുള്ള സ്നേഹം. അത് കർത്താവിന് ഇത്രയും പറഞ്ഞതുള്ളൂ, യുദ്ധം എനിക്കുള്ളതാ എന്ന് പറഞ്ഞാട്ടെ. ഇന്ന് ഞാൻ ആയിരിക്കുന്ന സാഹചര്യം എത്ര വലുതായിക്കോട്ടെ, ആ യുദ്ധം എനിക്ക് വേണ്ടി കർത്താവ് ചെയ്ത് കഴിഞ്ഞിരിക്കുക. നിങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി. പക്ഷെ നിങ്ങൾ വിളിച്ചു പറയണം, നിങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്യണം. നിങ്ങൾ ഇന്നത് കേട്ടിട്ട് ഇപ്പൊ എന്താ പറയാ, നാളെ ഒരു വിഷയം ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങൾ അത് ഓർത്തോണ്ട് അതിന്റെ വലിപ്പങ്ങളെയും അതിന്റെ അസാധ്യതകളെയും ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, കർത്താവ് എന്ത് സംഭവിച്ചാലും ഇതിനകത്ത് ഞാൻ ജയം കാണും. യേശുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങയുടെ മകളാണ്. അതുകൊണ്ട് ഇന്ന് കരയുന്നവരൊക്കെ കരച്ചിൽ മാറ്റി നിർത്തി, വിഷമിച്ചിരിക്കുന്നവർ വിഷമമൊക്കെ മാറ്റി നിർത്തി പറഞ്ഞാട്ടെ, ഞാൻ ഇന്ന് കർത്താവിന്റെ മകളാ. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ ഇതിനകത്ത് പൂർണ്ണ ജയം പ്രാപിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനകത്ത് പൂർണ്ണമായി ടെസ്റ്റിമണി ഞാൻ പറയും എന്ന് പറഞ്ഞാട്ടെ. വാ തുറന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ അടുക്കളയിൽ ഇരുന്ന് പണി ചെയ്യാതിരിക്കാം, നിങ്ങൾ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യം ഇല്ലാതെ ഇരിക്കുമായിരിക്കാം. പക്ഷെ കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട്, കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം, കർത്താവ് നിങ്ങളൊരു പ്രാർത്ഥനക്കാരിയായിട്ട് നിങ്ങളെ കാണില്ല. കാര്യം പിശാചിന്റെ ഒരു തന്ത്രമാണ് നമ്മുടെ സാഹചര്യങ്ങളെ വലിപ്പങ്ങളെ ഒന്ന് കാണിക്കുക. 2, നമ്മുടെ സാഹചര്യങ്ങളെ വലിപ്പങ്ങളെ അല്ലെങ്കിൽ അതിന്റെ അസാധ്യതകളെ നമ്മൾ അതിൽ മാത്രം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം കയറും, നമ്മുടെ ഉള്ളിൽ സംശയം കയറും. അതുകൊണ്ട് ഇന്ന് അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങൾ കുറവുള്ളവളാണ്, നിനക്ക് കഴിവില്ല, നിനക്ക് പ്രാർത്ഥിക്കുന്നില്ല, നീ വചനം പറയുന്നില്ല എന്നുള്ള ചിന്തകൾ അലട്ടുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, യു ആർ മോർ ദാൻ ഇനഫ്. നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് പൂർണ്ണ ജയം കർത്താവ് ചെയ്തു തന്നിരിക്കും. അതുകൊണ്ടെന്ന് പറയണേ, കർത്താവെ ഇനി മുതൽ ഞാൻ ഇതിനകത്ത് നേടുന്ന പരിപാടി ഇല്ല, ഞാനല്ല ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത്, ഗോഡ് ഈസ് ഫൈറ്റിംഗ് ഫോർ മീ. അതുപോലെ തന്നെ കർത്താവ് കാൽവരി ക്രൂശിൽ ഓൾറെഡി ജയിച്ച ഒരു ജയത്തിന്മേലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ധൈര്യത്തോടെ പറ, ഞാനിന്ന് വിജയിക്കും. യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഈ കടബാധകൾ എത്ര വലിയ കുരുക്കാണെങ്കിലും എന്റെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ പുറത്തു വരും. നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞു നേരം. നിങ്ങൾ പറയുമ്പോൾ പിശാചിന് പേടിയാ. പിന്നെ അവൻ കൊണ്ടുവരുന്ന വേറൊരു തന്ത്രമുണ്ട്. എന്നറിയോ? എന്തിനാ വചനം പറയുന്നേ? ഇത് വെറും ഒരു വചനമല്ലേ? വെറും വചനമല്ല പ്രിയ മക്കളെ. ഈ വചനത്തിനകത്ത് അതുപോലെ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുന്നുണ്ട്.
ജീവൻ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്നൊരു വചനത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം. ഈ പലപ്പോഴും പിശാച് കൊണ്ട് ഇരുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ തോന്നി കാണുമായിരിക്കാം, കുറെ ആയില്ലേ പറയാൻ തുടങ്ങിയിട്ട്, ഒരു വ്യത്യാസം ഇല്ലല്ലോ, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നിങ്ങനെ ചിന്തകൾ പറയുന്ന നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങളുടെ ഡെലിവറൻസ് അത്ര അടുത്തിരിക്കുക, നിങ്ങളുടെ ബ്ലെസ്സിങ് അത്രത്തോളം അടുത്തിരിക്കുക. നിങ്ങൾ പെട്ടെന്ന് ഒരാള് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 63-ാം വാക്യത്തിലോട്ടൊന്ന് വരാവോ? അജയ സിസ്റ്റർ വായിക്കാൻ പറ്റുമോ? ജീവിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആമേൻ. മതി സിസ്റ്ററെ. അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മൾ ആയിരിക്കുന്ന ഒരു പ്രശ്നത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ അനുഗ്രഹത്തെ പ്രാപിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ തടസ്സപ്പെടുത്തി കളയുക? ഒന്ന് നമ്മളെ സിറ്റുവേഷനെ മാത്രം തന്നെ. പിന്നെ എനിക്ക് പ്രാർത്ഥന വിഷയം അറിയിക്കുന്ന ചിലവരുണ്ട്, സിസ്റ്ററെ ഇതുപോലെ എന്റെ ഭർത്താവ് മദ്യപാനിയാണ്, മകനൊരു ഗുണവുമില്ല, മകൾക്കൊരു ഗുണവുമില്ല, അവർക്ക് രക്ഷപ്പെടുന്നില്ല. ഞാൻ എല്ലാം ഞാൻ വചനം പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. നമ്മൾ വചനം പറയുമ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കള് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അവര് മദ്യപാനിയാണെങ്കിൽ നിങ്ങൾ എന്താ വിളിച്ചു പറയണ്ടേ? യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന ഞാൻ കാണും. യേശുവിന്റെ നാമത്തിൽ അവൻ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഞാൻ കാണും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അവരാരെക്കാളും ഉപരിയായിട്ട് അനുഗ്രഹിക്കപ്പെടും. അവരെ പറ്റി നിങ്ങൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നോ അത് മാത്രം പറയാ. അല്ലെങ്കിൽ വാ തുറക്കരുതേ ദേവിയേത്, അല്ലെങ്കിൽ വാ തുറക്കരുതേ, കാര്യം ദുഷ്ടൻ അതുപോലെ നോക്കിയിരിക്കുക. അപ്പൊ നിങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിശാചം കൊണ്ട് ഒന്ന് ചെവി എന്ന് പറയും, അവൻ ഒരിക്കലും നിങ്ങളെ മേൽ ശക്തിയില്ല കേട്ടോ. അവൻ നിങ്ങളെ തൊടാനോ അവൻ നിങ്ങളെ അടുത്ത് വരാൻ ശക്തിയില്ല. അവൻ ആകെ നിങ്ങളെ ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചിന്തകളിട്ട്, കൺഫ്യൂഷൻ ഇട്ട്, ഡൗട്ട് ഇട്ട് നിങ്ങളുടെ ഐഡന്റിറ്റിനെ മറിച്ച് കളയുക. എന്താണ് നിങ്ങളുടെ ഐഡന്റിറ്റി? സർവശക്തനായ, സകലത്തെ നിർമ്മിച്ചവനായ സർവശക്തനായ ദൈവത്തിന്റെ മകളാണ്. നമ്മൾ മക്കളാണ്. അതാണ് ഒന്നാമത്തെ ഐഡന്റിറ്റി. രണ്ടാമത്, നിങ്ങളല്ല ഈ വിഷയത്തെ നേരിടാൻ പോണത്. നിങ്ങൾ അവിടെ നിന്ന് കൊടുത്താൽ മതി. നിങ്ങളുടെ മുമ്പിൽ സർവശക്തനായ കർത്താവ് നിങ്ങളുടെ വിഷയത്തിന്മേൽ, ഈവൻ കർത്താവ് പോലും അവിടെ പ്രവർത്തിക്കുന്ന വിചാരിക്കും, കർത്താവിന്റെ ദൂതന്മാരവിടെ ഇറങ്ങി പ്രവർത്തിച്ചോളും. നിങ്ങൾക്ക് അത്രത്തോളം വിലയുള്ളവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന, നിങ്ങൾ വചനങ്ങളെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ടൊരു ചിന്ത വരികയാണ്, എന്തിനാ വചനം പറയുന്നേ, ഇതിനകത്ത് പറഞ്ഞാൽ എന്താ ഒരു ഫലം ഉണ്ടാകുന്നേ എന്നുള്ള ഒരു ഉത്തരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. നിങ്ങൾ ഈ വചനങ്ങളെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ചലിക്കുക. രാമേൻ പറഞ്ഞാട്ടെ, നിങ്ങളെ വചനങ്ങളെ പറയുമ്പോൾ കർത്താവിന്റെ ജീവൻ അവിടെ വ്യാപരിക്കുക. എത്ര നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൈവത്തിന്റെ വചനങ്ങളെ ഏറ്റു പറയുമ്പോൾ യേശുവിന്റെ കർത്താവിന്റെ അതേ ആത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിക്കും. കർത്താവിന്റെ അതേ ജീവൻ അവിടെ വ്യാപരിക്കുക. എത്ര നിർജീവമായ വിഷയമായിക്കൊള്ളട്ടെ, നമ്മൾ എത്രത്തോളം സാക്ഷ്യങ്ങൾ സൂം മീറ്റിംഗിൽ കേൾക്കുന്ന, എന്താ അവിടെ സംഭവിക്കുന്നേ? ദൈവത്തിന്റെ വചനങ്ങളെ നമ്മൾ ഏറ്റു പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിക്കുക. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നു, ഇന്ന് മരവിച്ചു പോയൊരവസ്ഥയാണ് സിസ്റ്റർ എന്റെ ജീവിതം, ഇന്ന് മരവിച്ച് ജീവനില്ലാത്തൊരു അവസ്ഥ എന്റെ കുടുംബത്തിനകത്ത്, എന്നാൽ ഇന്ന് അവിടെ ജീവൻ വ്യാപരിക്കാൻ പോയി യേശുവിന്റെ നാമത്തിൽ. എന്നെ കേൾക്കുന്ന ആരാ ഭാരപ്പെടുന്നെങ്കിലോ, എന്റെ കുടുംബത്തിനകത്തൊരു ജീവനില്ല സിസ്റ്റർ, എല്ലാം മരവിച്ചൊരവസ്ഥ, നിർജീവമായ അവസ്ഥയാ. ഇന്ന് വചനങ്ങൾ എറിഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വചനം പറയുന്ന പോലെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് എന്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ഒരൊറ്റ ഒരാൾ മതി കേട്ടോ നിങ്ങളുടെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കാൻ. അതുകൊണ്ട് തളർന്നു പോകരുത്. അതുകൊണ്ട് പിശാച് എന്നാ ചെയ്യുന്നതെന്ന് നോക്കുക, നിങ്ങളുടെ വിഷയങ്ങളെ മാക്സിമം വലുതാക്കി കാണിക്കും. നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളെ വെറും ഒരു കൊച്ചാക്കി കാണിക്കും. നീ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, ഇനി പ്രാർത്ഥിക്കാൻ ഗുണം ഉണ്ടാകത്തില്ല. വിട്ടുകൊടുക്കരുത് സഹോദരങ്ങളെ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട്. യേശുവിന്റെ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്.
യേശുവിന്റെ നാമത്തിൽ നമുക്ക് സൗഖ്യമുണ്ട്, ആരോഗ്യമുണ്ട്, നന്മയുണ്ട്. അത് കർത്താവിന്റെ ആഗ്രഹമാണ്. എത്ര പേര് ആമേൻ പറയും? യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞാൻ അങ്ങനെ എന്തെങ്കിലും വാവിട്ട വാക്കുകളൊന്നും ഒരു നിമിഷം ഒന്ന് പറഞ്ഞേട്ടെ കർത്താവേ. ഏതെങ്കിലും ഒരു സമയത്ത് കർത്താവേ, എന്റെ മനസ്സ് തകർന്നു പോയ സമയത്ത് ഞാൻ അറിഞ്ഞും അറിയാതെയും കർത്താവ് ആയിരിക്കുന്ന സാഹചര്യം ഞാൻ പറഞ്ഞ എല്ലാ നെഗറ്റീവുകൾ ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്ന് പറഞ്ഞ കർത്താവ് എല്ലാ വാക്കുകളെയും, എല്ലാ നെഗറ്റീവ്, എന്റെ കുഞ്ഞുങ്ങളുടെ മേലെ ഇട്ട നെഗറ്റീവ് വാക്കുകള്, എന്റെ ഭർത്താവിന്റെ മേലിട്ട നെഗറ്റീവ് വാക്കുകള്, അല്ലെങ്കിൽ എന്റെ കുടുംബ സാഹചര്യമായിക്കോട്ടെ, ഞാനൊന്നും ഗതികടിക്കാൻ പോകുന്നില്ല, ഇത് ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. പലപ്പോഴും മക്കൾക്ക് വേണ്ടി നമ്മൾ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മുറി വിട്ടിറങ്ങി രണ്ടുപേരെ കാണുമ്പം, അല്ലെങ്കിൽ അയൽവാസികളായിക്കോട്ടെ, നിങ്ങളുടെ കൂട്ടുകാരായിക്കോട്ടെ, അവരോട് കാണുമ്പോൾ നിങ്ങൾ എന്ത് പറയുമെന്നറിയാവോ? എന്റെ കണ്ടില്ല, എന്റെ മകന്റെ കാര്യം, അവൻ കുടിച്ചു നടക്കുക, അല്ലെങ്കിൽ അവന് പഠിക്കാൻ ബുദ്ധിയൊന്നും ഇല്ലെന്നേ, എന്ന് നന്നാവാനാ. ദയവ് ചെയ്ത് പറയരുത് കേട്ടോ. നിങ്ങൾ ഒരു വായിൽ നിന്ന് എന്താ പറയുന്ന ഒരു കയ്പും മധുരവും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ വിശ്വാസം പറയുന്ന വ്യക്തിയാണെങ്കിൽ വിശ്വാസം മാത്രം പറയുക. വിശ്വാസം ഇനി അറിയാതെ നമ്മൾ ആ ഒരു വിഷമത്തിൽ നിങ്ങൾ പറഞ്ഞു പോയിരിക്കട്ടെ, കർത്താവെ ഞാൻ ആ വാക്കിനെ ക്യാൻസൽ ചെയ്യുന്നു, കർത്താവ് ഞാൻ ആ വാക്കിലെ ക്യാൻസൽ ചെയ്യുന്നത്. കർത്താവ് വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ കടബാധ്യത എത്ര വലിയ കടബാധ്യതയായാലും, നിങ്ങളുടെ മക്കൾ എത്ര വലിയ അസുഖത്തിലാണെങ്കിലും, നിങ്ങളുടെ ശരീരത്തിൽ എത്ര വലിയ രോഗമാണെങ്കിലും കർത്താവ് സൗഖ്യമാക്കാൻ മതിയാണ്. ഇന്ന് കൈ എടുത്ത് പറയണ, കർത്താവ് ഈ രോഗം വെച്ചൊന്ന് നടക്കാൻ കർത്താവ് എനിക്ക് മനസ്സില്ല, എന്റെ കർത്താവ് എന്റെ ക്രൂശിൽ എന്റെ രോഗങ്ങളെ വഹിച്ചു. ഇന്ന് കുടുംബത്തിനകത്ത് ദാരിദ്ര്യം ഇത് മാറുന്നില്ലെങ്കിൽ, അയ്യോ എന്റെ കുടുംബം മാത്രം എന്താ ഇങ്ങനെ, ഞാൻ പ്രാർത്ഥിച്ചത് മാറ്റമില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കാതെ യേശുവിന്റെ നാമത്തിൽ നിന്ന് പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്ന ഈ ദാരിദ്ര്യം എന്റെ കുടുംബത്തിനെ പുറത്താക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശാപത്തെ ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നു. ഇന്ന് നിങ്ങളത് പറയണം. നിങ്ങളെ പറയാനാണ് ദൈവമാക്കി വെച്ചിരിക്കുന്നത്. പറഞ്ഞേ, നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തിൽ നിന്ന് പറഞ്ഞേ, ഒരു നിമിഷം ഒന്ന് പറഞ്ഞേ, യേശുവിന്റെ നാമത്തിലെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ജോലി മേഖല ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്നെ കർത്താവെ, ഇന്ന് ആരാണോ എന്നെ കേൾക്കുന്നത്, ഇത് ജോലി സ്ഥലത്ത് മറ്റുള്ളവരെ അറിയാതെ അവരെ കുത്തി നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളുടെ പൊസിഷൻ നിങ്ങളെ ഡീഫെയിം ചെയ്യാൻ നോക്കുന്ന ഒരവസ്ഥകളെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് ആരായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ജോലി സ്ഥലത്ത് സിസ്റ്റർ എന്നെ അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നു, അവരെന്നെ അറ്റാക്ക് ചെയ്യുന്നു. എന്ന കർത്താവ് പറയുന്നു, നിന്നെ മാനിക്കും, നിന്നെ നിന്ദിച്ചിട്ട് തന്നെ മാനിക്കും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളിത് നിസ്സാരമായിട്ട് കേൾക്കല്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ അന്യഭാഷ പറഞ്ഞേ, അന്യഭാഷയുള്ളവർ പറഞ്ഞേ, ബാക്കിയുള്ളവർ പറഞ്ഞാട്ടെ, അന്യഭാഷ ഇല്ലാത്തവർ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും. യേശുവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതം. നിങ്ങളിവിടെ വഴി തെറ്റി വന്നവരല്ല പ്രിയരെ, നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നതാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന കാണുമ്പോഴാണ് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നത്. അല്ലാതെ ദൈവത്തെ വിളിക്കുന്നവരും ഒന്നുമില്ലാതെ, വീടില്ലാതെ, രോഗവും പിടിച്ച് മറ്റുള്ളവർ മുമ്പിൽ കൈ നീട്ടി നടക്കുന്ന ദൈവത്തിന്റെ പദ്ധതി അല്ല. നിങ്ങൾ ആരെക്കാളും ഉപരിയായിട്ട് അനുഗ്രഹിക്കപ്പെടും. ഇത് പറഞ്ഞാട്ടെ. കൈ എടുത്ത് തലയിലോട്ട് വെക്ക്. ഇന്ന് കൈ പിടിച്ച് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉള്ള കൈ എടുത്ത് യേശുവിന്റെ നാമത്തിൽ തലയിലോട്ട് വെച്ചിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ മുഖാന്തരം എന്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കും. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങളുടെ ഭർത്താവ് എത്ര വലിയ എതിരായിക്കോട്ടെ, മക്കൾ എത്ര വലിയ അഡിക്റ്റ് ആട്ടെ, യേശുവിന്റെ നാട്ടിലെ ഏത് വലിയ അഡിക്ഷനെയും തകർത്ത് കളയാൻ കർത്താവ് മതിയായവനാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് യുദ്ധം യഹോവയ്ക്കുള്ളതാ. ദൈവമക്കളും മക്കളായ നമ്മളല്ലാതെ വേറെ ആരാ ജയിക്കാൻ പോകുന്നത്? താങ്ക് യു ജീസസ്. ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ദാവീദിനെ പോലെ മുമ്പിൽ നിന്നിരിക്കുന്ന മല്ലന്റെ വലിപ്പം കണ്ട് അത് വർണ്ണിച്ചു ഭയപ്പെട്ട് മറ്റ് ഇസ്രായേൽ മക്കളെ പോലെ ഓടാതെ, മുന്നിലിരിക്കുന്ന മല്ലന്റെ വലിപ്പം കാണാതെ, തന്റെ കൂടെയുള്ള തന്റെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വലിപ്പത്തെ കാണാതെ മുമ്പിൽ നടക്കുന്നതിന് മുമ്പ് തന്നെ അവൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് സംഭവിച്ചതുപോലെ ഇന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത്? എന്റെ കർത്താവ് എന്റെ കുഞ്ഞിന്റെ കർത്താവ് അവന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നു. ഇന്ന് എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യത്തെ പുറത്താക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നന്മയാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു വരുത്തിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചു വരുത്തുന്നു പറഞ്ഞാട്ടെ. റമന ഷെക് എലഹസിയാരകന. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. റീമാന ഷഖലഹസിയാരമന. മക്കളുടെ മാറ്റത്തെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ,
മരുമക്കളുടെ മാറ്റത്തെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തലമുറകളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പറഞ്ഞാട്ടെ, ഞാൻ കാണും, അത്ഭുതത്തെ കാണും. നമ്മൾ പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രിയരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒരാളായി ഈ മീറ്റിങ്ങിനകത്ത് വന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളെ ദൈവം കണ്ടിരിക്കുന്നത് കർത്താവിന്റെ വീര പോരാളികളായിട്ടാണ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥനക്കാരിയല്ല, ഞാൻ വെറും പ്രാർത്ഥനക്കാരിയല്ല. നിങ്ങൾ വാ തുറക്കുമ്പോ പിശാച് പേടിക്കുക. നിങ്ങൾ വചനത്തെ പറയുമ്പോൾ പിശാച് പേടിക്കുക. ആ പേടി ഉള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൻ വന്ന് നിങ്ങളോട് നുണ പറയുന്നത്. സാത്താൻ നുണയനാണ്, നുണയന്റെ അപ്പനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവന്റെ നുണകളെ വകവെക്കാതെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ വലുപ്പത്തെ കാണാതെ നമ്മുടെ ദൈവത്തിന്റെ വലുപ്പത്തെ കണ്ട യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്ന് കുടുംബത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന, മരവിച്ചിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ കർത്താവേ. വചനങ്ങളെ ഏറ്റു പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ അത്ഭുതത്തെ കാണും. ഞാൻ കർത്താവിന്റെ സാക്ഷ്യം പറഞ്ഞാട്ടെ. വാ തുറന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ നെഗറ്റീവുകൾക്ക് ഒരു സ്ഥാനമില്ല നമ്മുടെ മേലെ. നെഗറ്റീവുകൾ നിങ്ങൾ പറയരുത്. അതാണ് പിശാചിന്റെ തന്ത്രം. അതാണ്. നമ്മുടെ വാ കൊണ്ട് തന്നെ നിങ്ങൾ നെഗറ്റീവ് പറയുക. അങ്ങനെ നിങ്ങൾ അനുഗ്രഹങ്ങളെ തടസ്സമാക്കുക. കർത്താവ്, ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മക്കള് അറിഞ്ഞും അറിയാതെ കർത്താവ് നെഗറ്റീവ് വാക്കുകളെ പറഞ്ഞിട്ട് ഞാൻ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് പാരമ്പര്യ രോഗങ്ങളാൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും എനിക്ക് ആ രോഗമുണ്ടെന്ന് പറയുന്നവരുണ്ടെങ്കിൽ, ഒരു കൈയെടുത്ത് തലയിലോട്ട് വെച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, യേശുവിനെ രക്ഷകനും രക്ഷകർത്താവുമായി നിങ്ങൾ ഏറ്റെടുത്തൊരു വ്യക്തിയാണെങ്കിൽ, ഒരു പാരമ്പര്യ ശാപത്തിനും നിങ്ങളുടെ മേൽ അധികാരമില്ല. അങ്ങനെ ഒരു ഭയത്തിലിരിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നു യേശുവിന്റെ നാമത്തിൽ. എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് എന്റെ അപ്പന് അതുണ്ട്, എന്റെ അമ്മയ്ക്ക് അതുണ്ട്, എന്റെ കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് എനിക്കും അത് വരും, നിനക്കത് വരുമെന്ന് ഭയപ്പെടുന്ന ഒരവസ്ഥയില് അത്രത്തോളം ഭാരത്തിലിരിക്കുന്ന വ്യക്തി എന്നെ കേൾക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ഭയത്തെ യേശുവിന്റെ നാമത്തിൽ കാസ്റ്റ് ഔട്ട് ചെയ്യുന്നു. In the name of Jesus, I cast out every doubt in her mind in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആവട്ടെ, മനസ്സ് ഫ്രീ ആവട്ടെ. ഇന്ന് ഭയങ്ങൾ വിട്ടുമാറുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പാരമ്പര്യ രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്താക്കുന്നപ്പാ. അങ്ങ് തന്നെ അധികാരത്തിൽ മെലിനേറ്റ് എന്ന് പറഞ്ഞ എല്ലാരും ഒന്ന് പറഞ്ഞാട്ടെ. നമ്മൾ എപ്പോഴും പറയുന്ന വചനം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്കിന്ന് അധികാരമുണ്ടോ. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരികയില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് അന്യഭാഷ പറഞ്ഞാട്ടെ. നിങ്ങൾ വിട്ടുകൊടുക്കുന്നവരെ, നിങ്ങൾ ജയിക്കാൻ വിളിക്കപ്പെട്ടവരെ. ഇന്ന് ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നും അത്ഭുതം കാണുക തന്നെ ചെയ്യും. ഇന്ന് കടക്കടിയിൽ നിന്ന് പുറത്തു പോകുന്ന നിങ്ങൾ ആയിരങ്ങൾക്ക് വാരി വിതറി കൊടുക്കുന്ന ആ കരത്തെ നോക്കി പറഞ്ഞാട്ടെ. ഇന്ന് ശൂന്യമായിരിക്കുന്ന പേഴ്സണെ നോക്കി പലപ്പോഴും ഞാൻ പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് ഒരു 10 രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയരെ, ഞാൻ അവിടെ എന്റെ വിശ്വാസത്താൽ ഞാൻ പേപ്പർ വെട്ടി ഇന്ന് ഇത് 500 ആണ്, 1000 ആണ്, 2000 ആണെന്ന് പറഞ്ഞ് വെറുതെ ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോഴെനിക്കൊന്നും കാണാൻ പറ്റില്ല. 1 മാസം കാണാൻ പറ്റില്ല, 2 മാസം കാണാൻ പറ്റില്ല. പക്ഷെ കർത്താവ് ആ നമ്മൾ ചെയ്യുന്ന വിശ്വാസത്തിന്റെ ഓരോ കുഞ്ഞു കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട്. ഇന്ന് പറഞ്ഞാട്ടെ, വിളിച്ചു വരുന്ന നന്മയെ വിളിച്ചു വരുത്തിയാട്ടെ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പേപ്പർ കിട്ടാതെ അതിന് സാങ്ഷൻ ആകാതെ ഭാരപ്പെടുന്ന മിനി എന്ന് പറഞ്ഞൊരു വ്യക്തി കർത്താവ് ഇന്നലെ മുതൽ എന്നോട് സംസാരിക്കും. മിനി യേശുവിന്റെ നാമത്തെ കർത്താവെ വലിയൊരു ഡെലിവറൻസിനെ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ സാക്ഷ്യങ്ങൾ പറയാൻ പോവുകയാ. താങ്ക് യു ഹോളി സ്പിരിറ്റ് എന്ന് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ദൈവത്തിന്റെ കാര്യം അത്ഭുതമായിട്ട് പ്രവർത്തിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് അത്ഭുതത്തിന്റെ സമയം, ഇത് ഡെലിവറൻസിന്റെ സമയം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഇന്ന് കുഞ്ഞുങ്ങളെ പറ്റി ഭാരപ്പെടുന്നത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഹല്ലേലൂയ. അവന് സംസാരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് വേണ്ട വിധത്തിൽ ബുദ്ധി വളർച്ചയില്ല എന്ന് ഭാരപ്പെടുന്ന ഏതെങ്കിലും മാതാവ് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വിഷ്ടം നിറയട്ടെ, ദൈവത്തിന്റെ വിടുതൽ അവിടെ നിറങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് പക്ഷേ നല്ലൊരു പ്രാർത്ഥന, പരിശുദ്ധാത്മാവേ അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കർത്താവേ ഇന്ന് കർത്താവിനെ മാത്രം നോക്കി മുന്നോട്ട് പോകാൻ. ഐ ബിലീവ് വിത്ത് ജീസസ്. ഹല്ലേലൂയ. ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ്. കർത്താവിനുള്ളതാണ് ഈ യുദ്ധം. ഞാൻ ഈ യുദ്ധത്തിനകത്തില്ല. ഈ യുദ്ധത്തിനകത്ത് ഞാൻ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞതാ. ഞാൻ ആയിരിക്കുന്ന വിഷയത്തിനകത്ത് ഞാൻ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞതാ. അതിന്റെ റിസൾട്ട് ഞാൻ കാണും. നിങ്ങൾ പറഞ്ഞാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹോ റമാന ഷെക്കേല ഹസിയാരകന. പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. അത്ഭുതത്തെ കാണും, അത്ഭുതത്തെ കാണും. ഇന്ന് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കയ്യിലോട്ട് വയറിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് അത്ഭുത ശിശു പുറത്തു വരും, അത്ഭുത ശിശു പുറത്തു വരും യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് എന്റെ വിടുതലിന്റെ സമയമാ. ഈ ഒരു നിങ്ങൾ ഇതിനകത്ത് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ അകലെയായെന്ന് ഭാരപ്പെടുന്ന മക്കള്, എന്റെ മക്കള് വിദേശത്താണ് എന്ന് ഭാരപ്പെടുന്ന അവരുടെ വിഷയത്തിനോർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ മേൽ, ആ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. ബിബിനെ ദൈവം തൊടുന്നു യേശുവിന്റെ നാമത്തിൽ. റീലാമ സേഖരബന ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓ റീമാനെ ഷേറ്റേരമന. പ്രാർത്ഥിച്ചാട്ടെ വചനങ്ങളെ ഏറ്റു പറഞ്ഞാട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ ഹല്ലേലൂയ. ഒരു ഫിലിസ്തീനെ ഞാൻ കണ്ട് ഭയപ്പെടുത്തില്ല, ഒരു ഗൊലയാത്തിനെ കണ്ട് ഞാൻ ഭയപ്പെടുത്തില്ല. എന്റെ മുമ്പിലുള്ള സകല ഗൊലയാത്തിനെയും യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ തന്നെ ചാടിക്കിടക്കും. നിങ്ങൾ ഞാൻ പടക്കൂട് തന്നെ പാഞ്ഞേലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പറഞ്ഞാട്ടെ. ഓ താങ്ക് യു ജീസസ്. ഓ റാമസിഖാറമന. കർത്താവിന്റെ കടബാധകളെ ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ കർത്താവ് ഹല്ലേലൂയ അങ്ങ് സമ്പന്നനായിട്ടും ക്രൂശിൽ അങ്ങ് ദരിദ്രനായി തീർന്നത് പ്രിയമക്കൾ സമ്പന്നനായി തീരാനാ കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവേ. പൈസയില്ലാതെ വിഷമിക്കുന്നവർക്ക് കർത്താവേ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ മണി റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. നിങ്ങൾ റിലീസ് ചെയ്താട്ടെ യേശുവിന്റെ നാമത്തിൽ. റിലീസ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ മണി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ റാമന ഷേഖല ഹസിയാറമന. അത്ഭുതത്തിന്റെ സമയമാ. ഇത് അത്ഭുതത്തിന്റെ സമയം യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ, വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് ഹല്ലേലൂയ. ഇന്ന് കുടുംബത്തെ പറ്റി വിടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് എന്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കുന്നു പറഞ്ഞാട്ടെ. വാതുറന്ന് പറഞ്ഞാട്ടെ. ആരും മൗനമായിട്ടിരിക്കരുതേ. ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തിൽ നിന്ന്, ദൈവത്തിന്റെ ശക്തിക്കകത്ത് നിന്ന് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. പറഞ്ഞാട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ റിസീവ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ മണി ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മൾ ദിനംപ്രതി സാക്ഷികളെ കേൾക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ കാണുക തന്നെ ചെയ്യും. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഭാരപ്പെടുന്നവർ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് മാക്സിമം ഉപയോഗിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓ റമന ഷെഖലഹസിയാരകന റീമന ഷെഖലഹസിയാരകന. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. റീമ ഷഖസിയാർബന. ഡയബറ്റീസ് കർത്താവ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹൈപ്പർ ടെൻഷൻ സൗഖ്യമാകട്ടെ. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹോ റാമ സീഖെ ഷഹസിയാറകന റീബ ഷഹസിയ. വലത് കാലിന്റെ പാദത്തിന് വേദന ഉള്ളത് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ റീമ ഷെഖസിയ. ഇന്ന് വിശ്വസിച്ചാട്ടെ. സൗഖ്യം എന്റെ അവകാശം, സൗഖ്യം എന്റെ അവകാശം. അത് ഞാൻ കാണും. റീനാമ സേഖെ ഷെലേഖസിയാറബന. ഇന്ന് അന്യഭാഷകൾ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവർ, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആരാധിക്കുന്നവർ വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ നിറയണമേ, എന്റെ ഉള്ളിൽ നിറയണമേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവ് ഇടുന്ന ഓരോ മക്കളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരായിരിക്കുന്ന വിഷയങ്ങൾ, അവർ പറയുന്ന വിഷയങ്ങൾ, അവരുടെ ഹൃദയങ്ങൾ അറിയുന്ന നല്ല ദൈവമേ, അങ്ങയുടെ മഹത്വം കർത്താവ് സകല വിഷയങ്ങളിലും വ്യാപരിക്കും. ഹല്ലേലൂയ. നിങ്ങളെ മക്കൾക്ക് ജോലി കിട്ടാനാ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞാട്ടെ. കർത്താവ് എന്റെ മകന് ഇന്ന ജോലി കർത്താവ് നൽകിയത് നന്ദി എന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ കയ്യിൽ അധികാരം ഇരിക്കുന്നേ, നിങ്ങളുടെ കയ്യിൽ അധികാരം ഇരിക്കുന്നേ. നിങ്ങൾ പ്രാർത്ഥന റിക്വസ്റ്റുകൾ ഇടുമ്പോൾ നിങ്ങൾ അത് റിക്വസ്റ്റ് ആയിട്ട് പറയാട്ടെ. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ. കർത്താവെ ഇന്നതുപോലെ ഇന്ന ജോലി ഓപ്പൺ ആയ കൃപയ്ക്ക് നന്ദി. അധികാരികളെ എനിക്ക് വേണ്ടിയിട്ട് അനുകൂലമാക്കി കൃപയ്ക്ക് നന്ദി ഇന്ന് പറഞ്ഞാട്ടെ. ഓ റാമസിഖാർബന. ഇന്ന് ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട്, സ്ഥലസംബന്ധമായ കേസുമായി ബന്ധപ്പെട്ട് അധികാരികളെ നിങ്ങൾ ചൂഷണം ചെയ്യുന്ന നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് ആ അധികാരികളെ ദൈവം അനുകൂലമാക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. ഓ റാമാന ഷെഖലഹസി റീഡാബ ഷെഖലഹസി ആരകന. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. റീബ വാ തുറന്ന് പറഞ്ഞാട്ടെ, വാ തുറന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
റീമ ഷേഖ സിയാറബന. ദൈവത്തിന്റെ വചനം ജീവനാകുന്നെന്ന്, ദൈവത്തിന്റെ വചനങ്ങൾ ആത്മാവാകുന്ന വചനം പറയുന്നു. ഹാലലൂയ, ഹാലലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. നിങ്ങൾ ഓർക്കും, അയ്യോ ഞാൻ കർത്താവേ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എന്റെ കുടുംബത്തിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്നത്. വചനം പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. നിങ്ങൾ കുടുംബത്തിനകത്ത് നടക്കുമ്പോൾ, കുടുംബത്തിനകത്ത് ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുക. ഇന്ന് നിർജീവമായ ജീവനുകളിലേക്ക് വ്യാപരിക്കുക. ഇന്ന് തളർന്നുപോയ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ തളർന്നുപോയ ശരീരത്തിൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ അപ്പാ. ഓ താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ് എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഇന്ന് വചനം പറയുന്ന പോലെ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ്, ഇന്ന് മരണത്തെ ജയിച്ച ദൈവം, അതേ ആത്മാവിന്റെ ശക്തിയാണ് നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. അതേ ആത്മാവിന്റെ ശക്തിയാണ് നിങ്ങൾ പറയുമ്പോൾ സംഭവിക്കുന്നത്. ഇന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നുണ്ട് ദാരിദ്ര്യം യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്താക്കുന്നെന്ന് പറഞ്ഞാട്ടെ. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശേക്കാറബന ലാന ഹശഖസിയാരഗന റീഠെ മസുഖലഹസിയാരഗന റീശലഹസിയാരഗന റീഠെ ബസുഖുറമശഖലഹസിയാരഗന പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഭവാനി എന്ന് പറഞ്ഞ പേര് കർത്താവിനെ കാണിക്കുന്നു. ഭവാനി എന്ന നെയിം കർത്താവ് എന്റെ മനസ്സിൽ തരികയാണ്. യേശു നാമത്തിൽ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പുതിയ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ വിശ്വാസത്തിൽ ഞാൻ പുതിയ ഭവനത്തെ ഞാൻ ഏറ്റെടുക്കുന്നു കർത്താവെ. ഞാൻ സാക്ഷിയാകും. ഭവനങ്ങളല്ല, വീടുകളല്ല, നിങ്ങൾക്ക് വീടുകൾ തരുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു കർത്താവെ. പ്രിയമക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. പ്രിയമക്കളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരെ ആഗ്രഹത്തോടെ കടന്നു വന്നത് കർത്താവെ, അങ്ങനെ മഹത്വം കാണാനോ വന്നിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ്. ഓ ഷലഖസിയാറവൻ എന്ന ദൈവം വലിയവനാ. ഇന്ന് പറഞ്ഞാട്ടെ, എന്റെ വിഷയത്തെക്കാളും വലിയവൻ എന്റെ കർത്താവ്. ഓ ഹല്ലേലൂയ. എന്റെ കടബാധകളെക്കാളും വലുത് എന്റെ കർത്താവ്. ഓ ഇന്നത്തെ സകല വിഷയത്തിലും മേലെ ഞാൻ ജയത്തെ കാണും. നിങ്ങൾ ജയാളിയ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജയാളിയാണ്. യു ആർ ദ ആർമി ഓഫ് ഗോഡ്. ദൈവം നിങ്ങളെ പോരാളിയായിട്ടാണ് കാണുന്നത്. നമ്മൾ എഫേസ്യരുടെ ലേഖനം നമുക്ക് കാണാൻ പറ്റും. നിങ്ങള് വചനമാകുന്ന വാളേന്തി, ഓ വിശ്വാസമാകുന്ന പരിചയമേന്തി നിൽക്കുന്നവരാണെങ്കിൽ ആരാ വാളും പരിചയം ഏന്തുന്നത്? അവര് ദൈവത്തിന്റെ വാറിയേഴ്സ് ആയതുകൊണ്ടാ. യു ആർ ദ വാറിയർ ഓഫ് ഗോഡ്. കർത്താവിന് വേണ്ടി പൊരുതുന്ന മക്കളാ. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ആയിരിക്കും പറയാം. ഇന്ന് മുതൽ നിങ്ങൾ കുടുംബത്തിലെ നിങ്ങൾ തൊട്ടുള്ള നെയ്ബേഴ്സിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങി നെയ്ബറിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് സംസാരിക്കുക. അതായത് പലർക്കും പറ്റുന്ന മക്കളുടെ വിടുവിന് വേണ്ടി പ്രാർത്ഥിച്ച് അപ്പുറത്തെ ചെന്ന് അമ്മമ്മയുടെ എന്ന് പറയും, ഓ അവനെന്ന് നന്നാവാൻ പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നന്നാവായിരിക്കും. പറയരുതേ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങളുടെ നാവിന്മേൽ അധികാരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൂതന്മാർ ഇറങ്ങിയ ഓ സേഖമറമന ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുക. ഹല്ലേലൂയ. ഷേഖലഹസി റീഠെമസി ഖലഹസിയാറഗന റീഷഹസി. ആരാ യേശുവിന്റെ നാമത്തിൽ കുവൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അത് മുന്നോട്ട് പോകാൻ വഴികള് ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ദൂതൻ അത് ഓപ്പൺ ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഹഷേഖലഹസിയാറഗന റീഠെമസേഖശഹസിയാറബന. Let the way be open in the name of Jesus. Hallelujah. Rima Shekalahaziyarabana. ഒരു 10 പ്രാവശ്യം പറഞ്ഞു, ഞാൻ അനുഗ്രഹം യേശു ക്രിസ്തുവിൽ, ഞാൻ അനുഗ്രഹമാണ് യേശു ക്രിസ്തുവിൽ, ഞാൻ എന്റെ കുടുംബം ഞാൻ മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കുന്നു പറഞ്ഞാട്ടെ. നീ ഒരു ശാപമാണ്, നിന്നെ കൊണ്ട് കൊള്ളത്തില്ല, നിനക്ക് വല്ല കഴിവുണ്ടോ എന്ന് മറ്റുള്ളവരിൽ കൂടി നിങ്ങളെ പിശാച് നോക്കും കേട്ടോ. നമ്മൾ ഈ ഒരു വചനം ധ്യാനിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, സാഹചര്യങ്ങൾ വലുപ്പം ദാവീദ് കണ്ടില്ല, ഭയത്തെ ഉണ്ടായില്ല. മറ്റുള്ളവരെ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ആ ഒരു വ്യക്തി നിങ്ങൾ വെറുക്കരുത്. അവരിലൂടെ പിശാച് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നതാണ്. എപ്പോഴും നമ്മളെ ക്ലോസ് ആയിട്ട്, ചിലപ്പോൾ നിങ്ങൾ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മക്കൾ തന്നെയായിരിക്കാം, നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. നെഗറ്റീവുകൾ പറഞ്ഞ്, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ തകർക്കാൻ നോക്കും. പക്ഷെ അത് തളർന്നു പോരാ. അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക.
ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിനെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു നിമിഷം നിങ്ങൾ ഒരു സമയം എടുത്തൊന്ന് പ്രാർത്ഥിച്ചേ, അവരെന്നെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചേ. കർത്താവെ, എന്നെ മനസ്സിനെ വിഷമിപ്പിച്ച് ഇന്ന വ്യക്തി കർത്താവ് അതിന്റെ ഒരു മുറിവായിട്ട് എന്റെ ഉള്ളിൽ കിടക്കുന്നു, യേശുവിന്റെ നാമം ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ആ ഒരു വ്യക്തി മുഖാന്തരം നിങ്ങൾ വിഷമിച്ചു, പക്ഷെ നിങ്ങൾ ഇപ്പോൾ അത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ, ആ വ്യക്തിയോട് ക്ഷമിക്കാൻ എന്നെ സഹായിക്കണം, ആ വ്യക്തിയെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഈ പറഞ്ഞ വലിയൊരു വിടുതലാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ബ്ലോക്ക് ആയിരിക്കുന്ന ബ്ലെസ്സിങ്ങൾ നിങ്ങൾ അത് തുറക്കുന്ന ഒരു മേഖല അത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ആരോടാ സംസാരിക്കുന്ന അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. ബ്ലെസ് ദാറ്റ് പേഴ്സൺ ഹു ഹർട്ട് യു. അത് ആരായിക്കാട്ടെ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. എല്ലാറ്റിനും ഉപരിയായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ട് അപ്പാ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയുടെ വഴികൾ ഞങ്ങൾ നടക്കണം അപ്പാ, അങ്ങനെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ കർത്താവെ. നിങ്ങൾ പല ആവശ്യങ്ങളുമായിട്ടായിരിക്കാം ദൈവസന്നിധി വന്നിരിക്കുന്നത്, പക്ഷെ ഒരു വീട് കിട്ടി പോകുന്നവരായിരിക്കരുത്, ജോലി കിട്ടി പോകുന്നവരായിരിക്കില്ല. അതൊരു തുടക്കം മാത്രമാണ് പ്രിയ സഹോദരങ്ങൾ, അതൊരു തുടക്കം മാത്രം. യേശുവിനെ അറിയുന്നവർക്ക് വേണ്ടി ബ്ലെസ്സിങ് ജസ്റ്റ് ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വെച്ചിട്ടുള്ള അത്രത്തോളം വലിയ ബ്ലെസ്സിങ്ങുകളാണ്. ഓ താങ്ക് യു ജീസസ്. ഹോ റാമനശഖസിയ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എനിക്ക് ആരുമില്ല കർത്താവെ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട അപ്പ അന്ന് വിഷമിക്കുന്ന ആരും എന്നെ കേൾക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, അധികമായി സ്നേഹിക്കുന്നു. അവൻ ജീവൻ കൊടുത്താൽ നിങ്ങളെ വിലയെടുത്തത്, അവന്റെ രക്തത്തിന്റെ വിലയാ നിങ്ങള്. അതുകൊണ്ട് നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളെ തന്നെ എണ്ണരുതേ. കർത്താവിന് വിഷമമാകും കേട്ടോ. കർത്താവിന് വിഷമോ, അയ്യോ ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊന്നിനും കഴിവില്ല, എനിക്കത് പറ്റത്തില്ല, ഞാൻ ആരുമല്ല എന്ന് അങ്ങനെ പറയും. നിങ്ങളെ തന്നെ നിങ്ങൾ കൊച്ചാക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വിഷമിക്കുന്ന കർത്താവാ. കാര്യം നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ചങ്ക് തകർത്ത് ചോര ചിന്തി നിങ്ങളെ വീണ്ടെടുക്കാനാണ് കർത്താവ് ക്രൂശിക്കുന്നത്. അത് കർത്താവിന്റെ ജീവന്റെ വില നിങ്ങൾക്കുള്ള. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, കർത്താവിന്റെ ജീവന്റെ വില നിങ്ങൾക്കുള്ള. അത്രത്തോളം നിങ്ങൾ പ്രഷ്യസ് ആണ്. ആരൊക്കെ ചിലപ്പോ നിങ്ങളുടെ അപ്പനും അമ്മയും തള്ളിപ്പറഞ്ഞിരിക്കാം, ഭർത്താവ് തള്ളിപ്പറഞ്ഞിരിക്കാം, കുറവുള്ളവരായിട്ടിരിക്കാം, പക്ഷെ കർത്താവ് പറയുന്നു, ഓ ഹാലല്ലേ, അവളെ തൊടരുത് കേട്ടോ, അവളെ തൊടാൻ സമ്മതിക്കത്തില്ല, നിങ്ങളെ തൊടാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവ് പറയും, അവളെ എന്റെ രക്തം കൊടുത്ത ഞാൻ അവളെ വീണ്ടെടുത്തത്. ഓ താങ്ക് യു ജീസസ്. ഇനി നിങ്ങളെ തന്നെ ക്രിസ്തുവിൽ വലിയവരായിട്ട് എണ്ണിയാട്ടെ, ക്രിസ്തുവിന്റെ രക്തത്തിന് വിലയുള്ളൂ എന്ന് പറഞ്ഞാട്ടെ. ഓ എന്റെ കർത്താവിന്റെ രക്തത്തിന് വില എനിക്കുള്ളത്, ഇന്ന് കർത്താവിന്റെ മകളാ ഞാനാ. ഓ ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ സ്പിരിച്വൽ ബാറ്റില് കർത്താവാണ് ബാറ്റിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ വാറിയറാണ്, ഞാൻ ഓൾറെഡി ജയാളിയാണ്. ഞാൻ ജയിക്കുന്നല്ല കർത്താവ്, ഞാൻ ജയിച്ചിരിക്കുക. എന്റെ വിഷയങ്ങളെ ഞാൻ ജയിച്ചിരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഓ താങ്ക് യു ജീസസ്. കർത്താവ് വലിയൊരു വിശ്വാസം നിറയട്ടെ കർത്താവെ, വലിയൊരു ഉറപ്പ് നിറയട്ടെ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് പ്രിയമക്കള് അവരുടെ സമയങ്ങളെ വേർതിരിച്ച് ദൈവത്തിന്റെ വചനം കേട്ട് വരാൻ കർത്താവ് പ്രിയമക്കൾ മനസ്സ് കാണിച്ചല്ലോ അപ്പ. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു കർത്താവെ, യേശുവിന്റെ നാമത്തെ അങ്ങ് പറഞ്ഞ് സകല വിഷയത്തിന്മേലുമുള്ള സാക്ഷ്യങ്ങളെ കർത്താവെ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ സൂം മീറ്റിങ്ങുകൾ കേൾക്കും കർത്താവെ. പ്രിയമക്കളെല്ലാം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ കരം കൂടിയിരിക്കുന്ന കൃപയ്ക്ക് നന്ദി അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും പരസ്പരം ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ബ്ലെസ്സിങ് വർദ്ധിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് പറഞ്ഞ പോലെ നിങ്ങൾ മറക്കരുത്, കർത്താവാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾ ഇനി യുദ്ധം ചെയ്യേണ്ട. കർത്താവ് ക്രൂശിൽ കൊടുത്ത വിലയിൽ മേലുള്ള സകല നന്മകളും അനുഭവിച്ചാൽ മാത്രം മതി. മറന്നു പോകരുതേ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കാണാനുള്ള കാര്യത്തെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണോ അത് ഓൾറെഡി വിളിച്ചു പറയുക, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓ യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ പ്രാർത്ഥനയെ നിർത്താൻ പോവാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പ്രിയമക്കളെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അജിത സിസ്റ്ററെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിക്കുകയാണ്. അജിത സിസ്റ്റർ ദേവി എല്ലാവരും ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, കർത്താവേ, സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ദൈവമേ, നല്ലൊരു മെസ്സേജിലൂടെ കർത്താവേ ഞങ്ങൾക്ക് കർത്താവേ ദൈവിക ശബ്ദം തന്നെ അപ്പ ഞങ്ങളെ നീ കേൾപ്പിച്ചല്ലോ അപ്പ. കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങൾ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവേ നിന്റെ വചനത്തെ കർത്താവേ ഞങ്ങൾക്ക് ഇത്രയും കർത്താവേ ഏറ്റവും ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധതയിൽ അപ്പ ഈ വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ഏറ്റവും അധികമായി പറഞ്ഞല്ലോ അപ്പ. വന്നിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഏത് പ്രയാസമായിട്ടാണോ കർത്താവേ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത് കർത്താവേ, അവരുടെ ജീവിതത്തിൽ എല്ലാം അനുഗ്രഹമായി മാറട്ടെ കർത്താവേ.
മക്കളെ അവരുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ ജയാളിയായി ഇരുപ്പാൻ തക്കണം പ്രിയ മക്കളെ സഹായിക്കാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാവരെയും കൂട്ടി വരുത്തിയാൽ നന്ദി കർത്താവെ. വരും ദിവസങ്ങളിൽ അത്ഭുതകരമായ സാക്ഷ്യം കേൾപ്പിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നപ്പ പ്രിയ പ്രാർത്ഥിക്കുന്നപ്പ. നിങ്ങൾക്ക് കേട്ടത് മാനുഷിക ശബ്ദമല്ല അപ്പ, ദൈവത്തിന്റെ ശബ്ദം തന്നെ കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ അപ്പ. ഈ വചനങ്ങളിലൂടെ ഒക്കെ കർത്താവെ ഞങ്ങൾ നീ സംസാരിച്ചല്ലോ അപ്പ. ഈ വചനങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ് കർത്താവെ ഏറെ ഫലം കായ്പാൻ തക്കോടെ ഇടവന്നല്ലോ അപ്പ. പ്രാർത്ഥിച്ച് എല്ലാവരെയും ബ്ലെസ് ചെയ്യുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവേ